നമ്മൾ ഈ ഇടയ്ക്ക് കേട്ട ഒരു സെൻസേഷൻ ന്യൂസാണ് ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. സമാധി ആയതാണോ സമാധി ആക്കിയതാണോ എന്നുള്ള സംശയത്തിലാണ് കേരളം മൊത്തം ഇന്ന്. സമാധിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒരു മതത്തിൻ്റെ ആചാരത്തിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും മതപരമായ ആചാരങ്ങൾ വ്രണപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നുമല്ല ഈ പറയുന്നത്. ഇതിന് പിന്നിൽ ഒരുപാട് കുറ്റകൃത്യങ്ങൾ നടക്കാൻ സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിന് നമ്മൾ തീർച്ചയായിട്ടും അത് തടയേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ ഇതിന് പിന്നിലുള്ള സത്യാവസ്ഥ എന്തായാലും പുറത്ത് വരാൻ തന്നെ വേണം. അയൽവാസികളുടെയും നാട്ടുകാരുടെയൊക്കെ തെളിവെടുപ്പിൽ നിന്ന് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അവർ നൽകിയ മൊഴിയിൽ നിന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരുവിധ അറിവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ വീട്ടിലൊരു മരണം നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷം പെട്ട കാര്യം നടക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു അയൽവാസിയെങ്കിലും അറിഞ്ഞിരിക്കും. ഇതിനെക്കുറിച്ച് യാതൊരുവിധ അറിവ് അവിടെയുള്ളവർക്ക് ഇല്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇതിൻ്റെ ദുരൂഹത കൂട്ടുന്നത്. മാത്രമല്ല ഇത് മക്കളും ഭാര്യയും അവരുടെ ബന്ധുക്കളൊക്കെ നൽകുന്ന മൊഴിയിൽ നിന്നും പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളിൽ സംശയം ഉളവാക്കുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല അവരുടെ കയ്യിൽ ഇത് ഒതുങ്ങില്ല എന്ന് കണ്ടപ്പോൾ അവർ ഉപയോഗിച്ച ആയുധം എന്ന് പറയുന്നത് വർഗീയതയാണ്. തീർച്ചയായിട്ടും ഈ സ്ഥലത്ത് വർഗീയതയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതപരമായി എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളതായിട്ടോ യാതൊരുവിധ അറിവുമില്ല. എല്ലാവരും സഹകരണത്തോടെ ജീവിച്ചു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ബാലരാപുരം വഴിവെക്കെന്ന് പറയുന്നത്. വർഗീയത എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും വിറ്റഴിഞ്ഞു പോകുന്ന ഒരു സംഭവം ആയതുകൊണ്ട് അതാണ് അവർ ഇതിലേക്ക് എടുത്ത് ഇട്ടിരിക്കുന്നത്. ഇത് അപകടം പിടിച്ച ഒരു സാധ്യതയാണ്. ഇതിനാരും പ്രോത്സാഹിപ്പിക്കാതെ വർഗീയമായിട്ട് കാണാതെ ഇതൊരു കുടുംബത്തിൻ്റെ മാത്രം പ്രശ്നമായിട്ട് നമ്മൾ കാണാൻ ശ്രമിക്കുക. ഇതൊരു ക്രൈം ആണെങ്കിൽ തീർച്ചയായിട്ടും അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം. എന്ത് തന്നെ ആയാലും സത്യാവസ്ഥ നിയമത്തിൻ്റെ മുമ്പിൽ വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.